നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഡിഗ്രി ലെവൽ എക്സാം നടക്കാൻ പോവാണ്. അതുപോലെ തന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ LDC എല്ലാ എക്സാംസും കഴിയാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മളിന്ന് കോംപ്രഹെൻസീവായിട്ട് പഠിക്കാനുള്ള സമയമായി അല്ലേ. അതായത് ഏതാണ് ഏറ്റവും കൂടുതൽ, നമുക്കറിയാം കറണ്ട് അഫയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഏകദേശം 10-15 മാർക്കോളം വരെ LDC ലെവലിനും പലപ്പോഴും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിന് കറണ്ട് അഫയേഴ്സ് ആണെന്ന് അറിയാത്ത വിധത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അല്ലെങ്കിൽ പൊളിറ്റിയുടെയൊക്കെ കൂടെ ചേർത്ത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കടത്താറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 15 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പഠിത്തം അതെന്താണ്, നമുക്ക് ഉറപ്പായാലും വരും എന്നുള്ള മേഖല കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയാണ് 2023 ISROയുടെ നേട്ടങ്ങൾ അല്ലേ. 2023 ISROയുടെ നേട്ടങ്ങൾ, ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ഓഫ് ISRO 2023. നമുക്ക് അങ്ങനെയുള്ള ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്, ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ഓഫ് ISRO ഇൻ 2023. 2023 നമ്മുടെ ISRO ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മിഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തിന് മുമ്പിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ അല്ലെങ്കിൽ ISRO എന്ന ആ ഒരു ഏജൻസിയുടെ, നമ്മുടെ സ്പേസ് ഏജൻസിയുടെ അഭിമാനം എടുത്തുയർത്തിയ ഒരു മിഷനായിരുന്നു ചന്ദ്രയാൻ 3 അല്ലേ. ചന്ദ്രയാൻ 3 എന്താണ്, നമ്മളുടെ ISROയുടെ ആ ഒരു അഭിമാനം വാനോളം ഉയർത്തി ലോകത്തിന് തന്നെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു മിഷനാണ് ചന്ദ്രയാൻ 3. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? അത് 2023 ജൂലൈ 14. ഓക്കെ, എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. അപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട അല്ലേ. നമ്മളുടെ സ്പേസ് വാഹനങ്ങളെല്ലാം വിക്ഷേപിക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 3യുടെ വാഹനം ഏതായിരുന്നു? അത് LVM-3. ഓക്കെ, എന്താണ് LVM-3? നമ്മൾ സാധാരണ വലിയ വലിയ മിഷൻസും എല്ലാം വിക്ഷേപിക്കുന്നത് GSLV Mark 3 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ LVM-3 എന്താണ്? GSLV Mark 3യുടെ പുതിയ പേരാണ്. പണ്ട് അറിയപ്പെട്ടിരുന്നത് എന്താടേ? അത് GSLV Mark 3 ആണ്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഈ 2 പേരും ഇതിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ GSLV Mark 3 ആണ് ആദ്യമായിട്ട് നമ്മുടെ ചന്ദ്രയാൻ 3 മിഷൻ ഓക്കെ വിക്ഷേപിച്ചത്. ഏതിലാണ്? GSLV Mark 3. ഓക്കെ, അപ്പോൾ ഈ GSLV Mark 3 നമ്മുടെ ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിക്കുകയാണ്. സമയം എത്രയുടെ? 2:35 PM. 2:35 PM-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പോൾ ചന്ദ്രനിലേക്ക് ഇതിനു മുമ്പുള്ള മിഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു? 2008 ഒക്ടോബർ 22 നമ്മുടെ ആദ്യത്തെ ചന്ദ്രയാൻ 1 നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു അല്ലേ. ആദ്യത്തെ ചന്ദ്രയാൻ മിഷൻ ചന്ദ്രയാൻ 1 എന്നായിരുന്നു 2008 ഒക്ടോബർ 22. രണ്ടാമത്തെ മിഷൻ എന്നാണ് 2019 ജൂലൈ 22. ഓക്കെ, 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1, 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2. ഓക്കെ, ഏകദേശം 10-11 വർഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 ചന്ദ്രയാനും വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 1ൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് രണ്ടും എന്താണ്? ക്രാഷ് ലാൻഡിംഗ് ആണ് നടത്തിയത് അല്ലേ. അപ്പോൾ ഈ 2019 ജൂലൈ 22 എന്ത് പറ്റി? നമ്മുടെ ലാൻഡറും റോവറും തമ്മിലുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടുകയും ഈ ഒരു രണ്ടാമത്തെ മിഷൻ സക്സസ്ഫുൾ ആയതുമില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മിഷൻ സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരാജയത്തിൻ്റെ ആ ഒരു ഇത് മറക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എന്താണ്? ആദ്യമായിട്ട് സൗത്ത് പോളിൽ ഇറക്കാൻ പോകുന്ന ആദ്യത്തെ രാജ്യമായിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവും ആരായിരുന്നു? ഇന്ത്യ. ഓക്കെ, സോഫ്റ്റ് ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പതിയെ നമ്മുടെ ആ ഒരു പേടകം അല്ലെങ്കിൽ ലാൻഡർ പയ്യെ ഇറക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചുറ്റും അവിടെ നിന്ന് പര്യവേക്ഷണങ്ങൾ നടത്തും. മറ്റത് ക്രാഷ് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും പര്യവേഷണങ്ങൾ കാര്യമായിട്ട് നടക്കില്ല. ഓക്കെ, അപ്പോൾ മൂണിൻ്റെ തന്നെ ചന്ദ്രൻ്റെ മുകളിൽ സൗത്ത് പോളിൽ ആദ്യമായി ഇറങ്ങുന്ന അല്ലെങ്കിൽ ആദ്യമായ ഒരു
വിക്ഷേപണം നടത്തുന്ന ആദ്യത്തെ രാജ്യം ആരാണ്? അത് ഇന്ത്യയായിട്ട് മാറി, നമ്മുടെ അഭിമാനമായി അല്ലേ. അതുപോലെ തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായി. ഇതിനു മുമ്പ് മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, വളരെ വികസിത രാജ്യങ്ങളായ US, ചൈന, സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ അല്ലേ. US, ചൈന, സോവിയറ്റ് യൂണിയനാണ് ഇതിനു മുമ്പ് ലാൻഡ് ചെയ്ത മറ്റ് രാജ്യങ്ങൾ. ഇനി ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അപ്പോൾ എന്താണ് ഈ ലാൻഡറും റോവറും? ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രനിലേക്ക് നമ്മുടെ ആ ഒരു ഇറങ്ങുന്ന പേര്, ലാൻഡ് ചെയ്യുന്ന ആൾ, ആ പേര് തന്നെ അറിയാം അല്ലേ. ലാൻഡ് ചെയ്യുന്ന ആളാണ് ആര്? ലാൻഡർ. റോവർ എന്താണ്? റോവർ അല്ലേ. അവിടെ നിന്ന് ഒരു ചെറിയൊരു വാഹനം പോലെ അവിടെ ഇറങ്ങി നടന്ന് മൊത്തം ആ ഒരു സൗത്ത് പോളിനെ അന്വേഷിച്ച് ഒരു ചെറിയൊരു റോബോട്ടിക് ഡിവൈസ് ആണെന്ന് പറയാം റോവർ അല്ലേ. ആ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. ഓക്കെ, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ലാൻഡർ വിക്രമാണ്, റോവർ ആരാണ്? പ്രഗ്യാനാണ്. ഇനി നമ്മുടെ ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? വീരമുത്തുവേൽ. ഓക്കെ, ഒരു വേലിൻ്റെ മുകളിലാണ് മൂൺ. ഇപ്പോൾ നമുക്കറിയാം ആദിത്യ മിഷനൊക്കെ വരൂലേ. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഓർക്കുക, നമ്മുടെ ഒരു വേലിൻ്റെ മുകളിലാണ് ചന്ദ്രനുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. നമുക്കറിയാം ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ S. സോമനാഥ്. ഡയറക്റ്റ്ലി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ചന്ദ്രയാൻ 3യെ പറ്റിയാണ് പറയുന്നത്. ചന്ദ്രയാൻ 3 എന്നാണ് ലാൻഡ് ചെയ്തത്? 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2:35 PM. സ്ഥലം ശ്രീഹരിക്കോട്ട. ഏതാണ് വാഹനം? GSLV Mark 3. ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ലോഞ്ച് വെഹിക്കിൾ Mark 3. ലോഞ്ച് വെഹിക്കിൾ Mark 3 അഥവാ LVM-3. ഓക്കെ, അതുപോലെ തന്നെ സൗത്ത് പോളിൽ നമ്മുടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി മാറി ആര്? ഇന്ത്യ. അതുപോലെ തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യമായി? 4ാമത്തെ രാജ്യമായി. ഇതിനു മുമ്പ് സോഫ്റ്റ് ലാൻഡ് ചെയ്ത അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ആരൊക്കെയാണ്? US, ചൈന, റഷ്യ. ഇനി നമ്മുടെ ഇതിൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം. ഇനി റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ഓക്കെ, പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ അല്ലേ. അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ വേലിൻ്റെ മുകളിലാണ് എന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ചെയർമാൻ ആരാണ് നമ്മുടെ ISROയുടെ? ഇപ്പോൾ ഈ ചന്ദ്രയാൻ 3 നടന്നപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S. സോമനാഥ്. അടുത്തത് ശുക്രയാൻ മിഷൻ. നമുക്കറിയാം, നമുക്ക് മാർസിലേക്ക് നമ്മളൊരു മിഷൻ നടത്തിയിരുന്നു അല്ലേ. അതുപോലെ തന്നെ വീനസ്. ഓക്കെ, ശുക്രയാനിലേക്ക് നമ്മളൊരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ISROയുടെ ശുക്രയാൻ മിഷൻ എപ്പോഴേ പ്രാവർത്തികമാവുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? 2031. 2023 നമ്മുടെ ISRO പ്രഖ്യാപിക്കുകയാണ് എന്ന് 2031 നമ്മൾ ശുക്രനിലേക്കുള്ള മിഷൻ പ്രഖ്യാപിക്കും. ഇനി ശുക്രനിലേക്കുള്ള മിഷൻ പ്രഖ്യാപിച്ചത് ഇന്ത്യ മാത്രമേ ഉള്ളൂ? അല്ല അല്ലേ. US എന്താണ്? 2031 തന്നെ അവരും ഒരു ശുക്രയാൻ മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശുക്രനിലേക്ക്, വീനസിലേക്ക് ഒരു മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് വെരിറ്റാസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ചോദിക്കാം. വെരിറ്റാസ് ആരുടെ ശുക്രനിലേക്കുള്ള മിഷനാണ്? US-ൻ്റെ. അതേസമയം ശുക്രയാൻ ആ പേര് കേൾക്കും പറയാം, അത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെയാണ്. ഇനി ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിക്കുന്ന ശുക്രനിലേക്കുള്ള ഒരു മിഷനുണ്ട്, എൻവിഷൻ. ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, എൻവിഷൻ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ശുക്രനിലേക്ക് ആ ഒരു അടുത്ത് വിക്ഷേപണങ്ങൾ നടത്താൻ പോകുന്നത്? ഇന്ത്യ നടത്താൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യ നടത്താൻ പോകുന്നത് എന്താണ്? 2031 ശുക്രയാൻ. വെരിറ്റാസ് ശുക്രനിലേക്കുള്ള US-ൻ്റെ വിക്ഷേപണമാണ് അല്ലെങ്കിൽ മിഷനാണ്. ഏത്? വെരിറ്റാസ്. ഓക്കെ, അത് 2031 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന ശുക്രനിലേക്കുള്ള മിഷൻ ഏതാണ്? എൻവിഷൻ. ഓക്കെ, എൻവിഷൻ. അടുത്തത് ആദിത്യ L1. ഓക്കെ, എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യനെ പറ്റി പഠിക്കാനുള്ള സ്പേസ് ഒബ്സർവേറ്ററിയാണ് ഏതടെ? ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യനെ പറ്റി പഠിക്കാനുള്ള സ്പേസ് ഒബ്സർവേറ്ററിയാണ് ആദിത്യ L1. അപ്പോൾ ചന്ദ്രയാൻ 3 എന്നാണെന്ന് പറഞ്ഞു? 2023 ജൂലൈ 14 നമ്മുടെ
ആദിത്യ L1 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 2023 സെപ്റ്റംബർ 2 അതായത് നമ്മുടെ മൂൺ മിഷനായിട്ടുള്ള ചന്ദ്രയാൻ കഴിഞ്ഞ് ചന്ദ്രയാൻ 3 കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 2023 സെപ്റ്റംബർ 2 ഏത് മിഷൻ നടന്നടേ ആദിത്യ L1 2 മാസത്തിനുള്ളിൽ ഈ 2 മിഷനും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു അഭിമാനം തന്നെ ഉയർത്തുകയാണ് ഉണ്ടായത്. ആദിത്യ L1 സ്ഥാപിച്ചത് ഏതാണ്? ഇവിടെ നിന്നാണ് L1 പോയിന്റ്, ലഗ്രാഞ്ചി പോയിന്റ്. എന്താണ് ലഗ്രാഞ്ചി പോയിന്റ്? നമ്മുടെ സൂര്യനിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗ്രാഞ്ചി 1 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സൂര്യനിലെ എന്തിനൊക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ആദിത്യ L1 പോയിട്ട് എന്തിനൊക്കെ പറ്റി പഠിക്കും? സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. എന്തൊക്കെയാണ്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. അപ്പോൾ ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ജ്വലിക്കുന്ന ഭാഗത്തിനെയാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇന്നർ അറ്റ്മോസ്ഫിയർ എന്ന് പറയും, സൂര്യൻ്റെ ഇന്നർ അറ്റ്മോസ്ഫിയർ. കൊറോണ എന്താണ്? ഔട്ടർ അറ്റ്മോസ്ഫിയർ ആണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഏറ്റവും കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് എന്ത്? ക്രോമോസ്ഫിയർ. ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ളത് ആ ഭാഗത്ത് നമുക്കറിയാം. ഹൈഡ്രജൻ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്നതായതുകൊണ്ട് ഏകദേശം ഒരു റെഡിഷ് കളറിൽ കാണപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ക്രോമോസ്ഫിയർ അല്ലേ? അപ്പോൾ സണ്ണിൻ്റെ ഈ ഒരു 3 ലെയേഴ്സും ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഈ ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ മീനിങ് തന്നെ തീഗോളം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഗോളം. ലൈറ്റ് സ്പിയർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ആ ഒരു പേര് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? നമുക്കറിയാം സൺ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു തീഗോളം പോലെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു വലിയൊരു സ്പിയർ പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ആദിത്യ L1 എന്തിനെയൊക്കെ പറ്റി പഠിക്കണേ? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അതായത് നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ്, മെയിൻസ് എല്ലാത്തിനും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ശ്രദ്ധിച്ചോളാം. എന്തിനെയൊക്കെ പറ്റി പഠിക്കും? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നീ ലേയേഴ്സിനെ പറ്റി പഠിക്കും. ഇനി വിക്ഷേപണ വാഹനം ഏതാണ്? അത് PSLV C57. ഏതാണ് നമ്മുടെ ആദിത്യ L1 വിക്ഷേപിച്ചത്? PSLV C57. ഇനി ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നൈഗർ ഷാജി. നൈജർ ഷാജി. നൈജീരിയയിൽ നിന്ന് സണ്ണിനെ നല്ല വൃത്തിയായിട്ട് കാണാം. ഞാൻ പറഞ്ഞു വേലിൻ്റെ മുകളിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞു അല്ലേ? ചന്ദ്രയാൻ 3 ഓർക്കാൻ വേണ്ടിയിട്ട് വീരമുത്തുവേൽ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആദിത്യ സൂര്യനെ പറ്റി പഠിക്കാൻ എവിടെ നിന്നാണ്? നൈജീരിയയിലാണ് നല്ല വൃത്തിയായിട്ട് സൂര്യനെ കാണാമെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നൈജർ ഷാജി. അപ്പോൾ സൂര്യനെ പറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നൈജീരിയയിലെ കാണുന്ന ഓർക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആദിത്യ L1 മിഷൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നൈജർ ഷാജി. ഇനി പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണ്? ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ. ആരാണ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്? ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യനാണ്. പ്രോജക്റ്റ് ഡയറക്ടർ നൈജർ ഷാജിയാണ്. അപ്പോൾ ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ആണ്. സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി. വിക്ഷേപണ സ്ഥലം വീണ്ടും ശ്രീഹരിക്കോട്ട തന്നെയാണ്. ഡേറ്റ് 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 സ്ഥാപിക്കുന്ന എവിടെ നിന്നാണ്? L1 പോയിന്റിലാണ് സ്ഥാപിച്ചത്. ലഗ്രാഞ്ചെ പോയിന്റ് 1. ഇനി സൂര്യൻ്റെ എന്തിനൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C57. ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നൈജർ ഷാജി. എന്നാൽ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റോ? ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യം. അടുത്തത് വിക്രം S. നമ്മുടെ ISROയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി അല്ലേ? വിക്രം സാരാഭായിയുടെ പേരിൽ അറിയപ്പെടുന്ന വിക്രം S റോക്കറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. എന്താണടെ? ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണെന്ത്? വിക്രം S. ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? 2023 ഒരുപാട് ആ ഒരു ന്യൂസിൽ ഇടം പിടിച്ചൊരു ന്യൂസാണ് വിക്രം S. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. നിർമ്മിച്ചത് ആരാണ്? സ്കൈ റൂട്ട് എയറോസ്പേസ്.
സ്കൈ റൂട്ട് എയറോസ്പേസ് ഹൈദരാബാദ്. അപ്പോൾ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം എസ്. വിക്രം എസ് നിർമ്മിച്ചത് ആരാണ്? ഹൈദരാബാദിലുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയായ സ്കൈ റൂട്ട് എയറോസ്പേസ്. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ പേരെന്താണ്? നമ്മുടെ അബ്ദുൾ കലാം അല്ലേ, നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ കലാമിൻ്റെ ബഹുമതിയായിട്ട് കലാം 80 എന്നാണ് ഈ ഒരു വിക്രം എസിൻ്റെ എഞ്ചിന് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എന്താണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ പോളാർ മിഷൻ. എന്താണ് പോളാർ മിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബഹിരാകാശത്തെ പറ്റി പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മിഷനാണ് ഏതടെ? എക്സ്പോസാറ്റ്. ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള പൊളാരിമീറ്റർ. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചുള്ള പൊളാരിമീറ്റർ സാറ്റലൈറ്റും കൂടിയാണ് ഏത്? നമ്മുടെ എക്സ്പോസാറ്റ്. ഓക്കെ, ഒന്നാമത്തത് IXP ആണ്. USA വിക്ഷേപിച്ച ഒന്നാമത്തത് IXP ആണ്, ഇമേജിംഗ് എക്സ്റേ പൊളാരിമീറ്റർ എക്സ്പ്ലോറർ. ഓക്കെ, IXP ഒന്നാമത്തെ ആ ഒരു പോളാർ മിഷൻ, ബഹിരാകാശത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ്? അത് IXP ആണ്, ഇമേജിംഗ് എക്സ്റേ പൊളാരിമീറ്റർ എക്സ്പ്ലോറർ, IXP. എന്നാൽ എക്സ്പോസാറ്റ് ആരുടെയാണ്? അത് ഇന്ത്യയുടെയാണ്. രണ്ടാമത്തെ, ലോകത്തിലെ തന്നെ എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ പൊളാരിമെട്രിക് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ISROയും നമ്മുടെ യൂറോപ്യൻ റിസർച്ച് ഏജൻസിയും. ഓക്കെ, ISROയും യൂറോപ്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ട് നിർമ്മിച്ചതാണിത്. ഓക്കെ, ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും. അടുത്തത് NVS-01 സാറ്റലൈറ്റ്. ISRO NVS-01. ഓക്കെ, NVS-01 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. എന്താണ് NVS? നാവിഗേഷൻ സാറ്റലൈറ്റ്. എന്താണ് NVS എന്ന് പറയുന്നത്? നാവിഗേഷൻ സാറ്റലൈറ്റ്. എന്താണ് നാവിഗേഷൻ? നമുക്കറിയാം, നമ്മുടെ US-ൻ്റെ നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? GPS ആണ് അല്ലേ. അതുപോലെ തന്നെ റഷ്യയുടെ ഗ്ലോസ് കോസ്മോസ് ആണ്, ചൈനയുടെ ബെയ്ഡു ആണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കും സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. എന്താണ് അത്? നാവിക്. ഓക്കെ, എന്താണ്? നാവിക് എന്ന നാവിഗേഷൻ സിസ്റ്റം ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഇന്ത്യക്കാണ്. നമുക്കറിയാം 1999 കാർഗിൽ വാർ നടക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വളരെ ഭീകരമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് നമുക്കറിയാം യുദ്ധത്തിന് വേണ്ടിയിട്ട് നമുക്ക് GPS-ൻ്റെ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനും വാഹനങ്ങളെ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ GPS-ൻ്റെ ഉപയോഗം വേണമായിരുന്നു. പക്ഷേ GPS ആരുടെയാണ്? US-ൻ്റെ ആയിരുന്നു അല്ലേ. ആ സമയത്ത് US എന്ത് ചെയ്തു? US പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ട്രൂപ്സ്, അവരുടെ ആർമി ഉള്ളത് കൊണ്ട് തന്നെ അവരെ അത് ബാധിക്കും, അതുകൊണ്ട് GPS തരത്തില്ലെന്ന് പറഞ്ഞ് GPS കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് പോലും ആരൊക്കെ എങ്ങനെ എതിര് നിന്നാലും കാർഗിൽ വാർ നമ്മൾ ജയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ അത്രമാത്രം നമ്മുടെ സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോഴാണ് ഇന്ത്യ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കൊരു നാവിഗേഷൻ സിസ്റ്റം. നമുക്കറിയാം നമ്മളിപ്പോഴും നമ്മുടെ റീജിയണൽ സിസ്റ്റം, നിങ്ങളുടെ കാറുകളിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന GPS തന്നെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയുടെ ആർമി ഉപയോഗിക്കുന്ന ആ ഒരു നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? നാവിക്കാണ്. GPS ആണോ? GPS ജസ്റ്റ് റീജിയണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആർമി ഇപ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? നാവിക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക്ക്. അതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ISRO ലോഞ്ച് ചെയ്ത ആ ഒരു സാറ്റലൈറ്റാണ് 2023 ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റാണ് ഇത് ISRO NVS-01. ഓക്കെ, NVS എന്താണ്? നാവിഗേഷൻ സാറ്റലൈറ്റ്. ഓക്കെ, ആ പേര് തന്നെ കിട്ടും അല്ലേ, നാവിഗേഷൻ സാറ്റലൈറ്റ്. അത് ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിൻ്റെ കണ്ടിന്യൂറ്റി, അതായത് ഒരുപാട് സാറ്റലൈറ്റ്സ് ഒരുമിച്ചാണ് ഈ ഒരു നാവിഗേഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരെണ്ണം ഫെയിലായാൽ തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് പകരം മറ്റൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ISRO NVS-01 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. ഇനി ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് നമുക്കറിയാം, ഫാൽക്കൺ ഹെവി. നിർമ്മിച്ചത് ആരാണ്? SpaceX ആണ്. ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ SpaceX ആണ് എന്ത് നിർമ്മിച്ചത്? ലോകത്തിലെ ഏറ്റവും
ഭാരമേറിയ റോക്കറ്റായ ഫാൽക്കൺ ഹെവി നിർമ്മിച്ചത്. ഇപ്പോൾ ഈ അടുത്ത്, അതായത് മാർച്ചിൽ നമുക്കൊരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു അല്ലേ, എന്താണ്, സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഇതിനേക്കാളും ഭാരമുള്ള ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു. പക്ഷെ അത് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിരുന്നില്ല. സ്പേസ് എക്സ് കമ്പനി തന്നെയാണ് നിർമ്മിച്ചത്. നമുക്കത് പിന്നീട് പറയാം. നമ്മളിപ്പോൾ തൽക്കാലം 2023 ഇമ്പോർട്ടൻറ്റ് ടോപ്പ് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് കറണ്ട് ഉള്ളത് ഫാൽക്കൺ ഹെവി തന്നെയാണ്. അത് നിർമ്മിച്ചത് ആരാണ്? സ്പേസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ NVS 01 സാറ്റലൈറ്റിനെ പറ്റി പറഞ്ഞു. അത് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ വിക്ഷേപണ വാഹനം GSLV F-12. ഏതാണ്? GSLV F-12 ആണ്. നാവിഗേഷൻ ഫെയിൽ ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു GSLV F-ന്റെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്, നാവിഗേഷൻ എന്തുകൊണ്ടാണ്? യുദ്ധത്തിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഫെയിൽ ആവാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ GSLV F, ആ F അത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. GSLV F-12 ആണ് NVS 01 സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണ വാഹനം. അടുത്തത് ഡാർട്ട്. എന്താണ് ഡാർട്ട് അല്ലേ? ഒരുപാട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു തവണ PSC ചോദിക്കുകയും ചെയ്തു ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ. പ്ലാനറ്ററി ഡിഫൻസ് മിഷനാണ്. ഓക്കെ, നാസ ഉണ്ടാക്കിയ ഒരു പ്ലാനറ്ററി ഡിഫൻസ്. എന്തിനാടെ? നമ്മുടെ US-നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? US-നെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മുടെ സ്വന്തം പ്ലാനറ്റിനെ. ഓക്കെ, എങ്ങനെയാണ് ദിനോസർസ് എല്ലാം വംശനാശം സംഭവിച്ചത്? ഒരു തിയറി എന്താണ് പറയുന്നത്? ഒരുപാട് ഉൽക്കാവർഷങ്ങൾ നടക്കുകയും വളരെയധികം ഉൽക്കാവർഷങ്ങളിലൂടെ എന്താ പറയുക, തീയും അതുപോലെ തന്നെ സുനാമിയും എല്ലാം ഉണ്ടാവുകയും ദിനോസറുകളെല്ലാം വംശനാശപ്പെടുക. ഒരുമിച്ച് ഒരുപാട് ഉൽക്കാവർഷം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുറച്ച് ഉൽക്കാവർഷം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യനും വംശനാശം സംഭവിച്ചു വിടേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒരു ഉൽക്കകളെ അല്ലെങ്കിൽ അസ്ട്രോയിഡ്സിനെ നമുക്ക് ആ ഒരു ബഹിരാകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയാനുള്ള മിസൈൽ സംവിധാനമാണ് എന്ത്? ഡാർട്ട്. അപ്പോൾ എന്താണ് ഡാർട്ട്? പ്ലാനറ്ററി ഡിഫൻസ് മിഷനാണ്. അതായത് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. എന്താണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്? അത് ഉണ്ടാക്കിയത് ആരാണ്? നാസ. ഇനി ആർട്ടമിസ് 2 മിഷൻ ആരാണ് കൊണ്ടുവന്നത്? നാസ. ഓക്കെ, ആരാണ് ആർട്ടമിസ് 2 മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? നാസയാണ്. നാസ ബഹിരാകാശത്തേക്ക് വീണ്ടും മനുഷ്യനെ വിടുകയും ആർട്ടമിസ് 3 മൂണിൽ വീണ്ടും നമ്മുടെ മനുഷ്യനെ എത്തിക്കുകയും ചെയ്യുക. അതായത് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന നാസയുടെ സംരംഭമാണ് എന്ത്? ആർട്ടമിസ് 3. ആർട്ടമിസ് 2 എന്താണ്? നാസ എന്ത് ചെയ്യുന്നുള്ളൂ? ബഹിരാകാശത്തേക്ക് മനുഷ്യനെ വിടുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ആർട്ടമിസ് 3 എന്ത് ചെയ്യും? ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന നാസയുടെ ആദ്യത്തെ സംരംഭമായിട്ട് മാറും. ഇനി പൈബോട്ട്. എന്താണ് പൈബോട്ട്? കൊറിയയുടെ ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ആരുടെയാണ്? കൊറിയയുടെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് എന്ത്? പൈബോട്ട്. പൈബോട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയുടെ ആണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. പൈബോട്ട് ആരുടെ ആ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്? കൊറിയ. ഓക്കെ, കൊറിയയുടെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് പൈബോട്ട്. പൈബോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ്, AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് പറത്താൻ കഴിയും. ഓക്കെ, എയർക്രാഫ്റ്റ് പറത്താൻ കഴിയുന്ന കൊറിയയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? അത് പൈബോട്ട്. ഇനി ആദ്യത്തെ അറബ് വനിതാ ആസ്ട്രോനട്ട് ആരാണ്? റെയ്ന ബാർണവി. ഓക്കെ, റെയ്ന ബാർണവി. ഓക്കെ, റെയിൻ പോലെ, പുതിയൊരു മഴ പോലെയൊക്കെ എന്താ പറയുക, ഒരു പുതിയ ഒരു സംരംഭമല്ലേ ഒരു അറേബ്യൻ രാജ്യത്ത് ഒരു വനിത ഒരു ആസ്ട്രോനോട്ട് ആവുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു മഴ പോലെ, റെയിൻ പോലെയാണെന്ന് ആലോചിക്കുക. അപ്പോൾ റെയ്ന ബാർണവിയാണ് ആദ്യത്തെ അറബ് വനിത. അപ്പോൾ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ സംരംഭം, അതിന് പറയുന്ന പേരെന്താണ്? ആർട്ടമിസ് 2 ബഹിരാകാശത്തേക്കും ആർട്ടമിസ് 3 നാസയുടെ ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സംരംഭമാണ്. 2023 പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൈബോട്ട് എന്താണ്? കൊറിയയുടെ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഓടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പറത്താൻ കഴിയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അടുത്തത് ലൂപെക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലൂപെക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും അതിൻ്റെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒത്തിരി അങ്ങ് പുറത്തു വിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഷൻ ആവാൻ പോകുന്ന ആ ഒരു ഇതാണ് ലൂപെക്സ്. അപ്പോൾ ജപ്പാൻ്റെ എയർ സ്പേസ് ഏജൻസിയുടെ പേരെന്താണ്? JAEA, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ജപ്പാൻ JAEA, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഈ ഏജൻസി ആരുമായിട്ട് ചേർന്ന്? ഇന്ത്യയുടെ ISROയുമായി
ചെയ്യുന്ന ലൂണാർ മിഷനാണ് എന്ത്, ലൂപ്പെക്സ്. ഓക്കെ, അപ്പോൾ ജപ്പാൻ ഒറ്റയ്ക്കല്ല, ഇന്ത്യയും ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് മൂണിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാൻ്റെ JAEAയും ISROയും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇതാണ് എന്ത്, ഒരു മിഷനാണ്, അല്ലെങ്കിൽ ലൂണാർ മിഷനാണ്. മൂണിലേക്കുള്ള അല്ലെങ്കിൽ ചന്ദ്രനിലേക്കുള്ള ഒരു എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റാണ് എന്ത്, ലൂപ്പെക്സ് എന്ന് പറയുന്നത്. ലൂപ്പെക്സ് ഫുൾ ഫോം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. എന്താണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ? ഞാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. കാരണം എന്താണ്, എയിലാണെങ്കിലും നമ്മുടെ റോബോട്ടിക് ടെക്നോളജിയിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ ജപ്പാൻ. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിയും കൂടെ കമ്പൈൻഡ് ആകുമ്പോഴത്തേക്കും ഒരുപാട് ഈ മിഷനിൽ നിന്ന് നമ്മുടെ ISRO ആണെങ്കിലും JAEA നമ്മുടെ ജപ്പാൻ യൂറോപ്പ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ആണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി കെനിയയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആരാണ്, ടൈഫ-1. കെനിയയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ഏതാണ്, അത് ടൈഫ-1. ഓക്കെ, കെനിയയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ഏതാണ്, അത് ടൈഫ-1. ഓക്കെ, അപ്പോൾ ഇത് 2023 ഇനിയും ഉണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ഗഗൻയാൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻസും അത് ഞാനൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക. ഗഗൻയാന്, അതേപോലെ തന്നെ അന്തരീക്ഷ ഭവൻ, അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഇൻ്റർനാഷണൽ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് സെൻറ്റർ നമ്മൾ കൊണ്ടുവരാൻ പോവാണ് 2025 2028 കൊണ്ടുവരണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതും പ്രഖ്യാപിച്ചതെന്ന് തന്നെയാണ് 2023. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഗഗൻയാൻ അല്ലേ. അതായത് നമ്മുടെ സ്പേസിലേക്ക് ആദ്യമായിട്ട് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ആ ക്ലാസ്സും കൂടെ ചേർത്ത് വേണം പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ 2023 ഒരുവിധം നമ്മുടെ ISRO ചെയ്ത എല്ലാ ഇമ്പോർട്ടൻറ്റ് മിഷൻസും ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 2023 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.